താമസിയാതെ വർമ്മ സാറ് പിച്ചച്ചട്ടി എടുക്കും. ചന്ദ്ര കൈയടക്കി, ചന്ദ്ര കൈയടക്കി, ചന്ദ്രയുടെ കൈയടക്കി, ചന്ദ്രയുടെ കൈയടക്കി, ഡോക്ടർ മേനോൻ, ചന്ദ്ര കൈയടക്കി, ചന്ദ്ര കൈയടക്കി, ചന്ദ്ര, ചന്ദ്രയുടെ കൈയടക്കി, ഡോക്ടർ മേനോൻ അവിടെ. ഡോക്ടർ, ചന്ദ്ര കൈയടക്കി, ചന്ദ്രയുടെ കൈ അനങ്ങി. ലിഫ്റ്റ് യുവർ ഹാൻഡ്. ചന്ദ്രിക കൈയൊന്ന് ഉയർത്താൻ ശ്രമിക്കൂ. പ്ലീസ് പ്ലീസ്. ഏത് കൈയാ ഉയർത്തിയത്? റൈറ്റ് ഹാൻഡ്, വലത്തെ കൈ. പ്ലീസ് പ്ലീസ് മേക്ക് ആൻ അറ്റംപ്റ്റ് അറ്റ് ലീസ്റ്റ്. മോളെ, ആ കൈ വീണ്ടും ഒന്ന് ഉയർത്താൻ നോക്കൂ. പ്ലീസ് പ്ലീസ് ട്രൈ. എപ്പോഴാ കൈ ഉയർത്തിയത്? ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ. എന്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാ കൈ പൊക്കിയത്? അത് പിന്നെ ഞങ്ങൾ പഴയ കാര്യങ്ങൾ. എക്സാക്ട്ലി എന്താ പറഞ്ഞത്? ചന്ദ്രികയുടെ ആൾക്ക് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് പറയൂ. വർമ്മ സാറ് വർമ്മ സാറ് വർമ്മ സാറിന് എന്നെ എന്ത് ഇഷ്ടമാണ്, പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ്, എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴാണ് കൈ എന്ന് പറഞ്ഞപ്പോഴല്ല, പിന്നെ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ പെണ്ണെ കിട്ടാൻ എന്ന് പറഞ്ഞപ്പോ കൈപൊക്കി. എന്നിട്ട് കൈപൊക്കിയിട്ട് എന്റെ കവളത്ത് തൊട്ടു. എക്സലന്റ്. അത് തന്നെ അവളോട് വീണ്ടും പറയൂ. കമോൺ ആൽഫി, അത് തന്നെ പറയൂ. പറയൂ, വീണ്ടും റിപ്പീറ്റ് ചെയ്യൂ. പറയൂ. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. നീ എത്രയെന്ന് തന്നെയാണോ പറഞ്ഞത്? ഞാൻ എത്ര എന്ന് പറഞ്ഞു, നീ എത്ര, രണ്ടും പറഞ്ഞു. അതും പറഞ്ഞു ഇതും പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ ചന്ദ്രിക നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? അതെ. ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ. കൈവക്കൂ പ്ലീസ്. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. കൈവക്കൂ പ്ലീസ്. നീ എത്ര. വർമ്മ സാറിനെ പറ്റി പറഞ്ഞില്ലേ? അത് പറയൂ. അത് പറയാൻ പറ്റില്ല. അതെന്താ? അത് പറയാൻ പറ്റില്ല. അതെന്താന്ന് പറയാൻ പറ്റില്ല. വർമ്മ സാറിനെ പറ്റി പറഞ്ഞപ്പോഴല്ലേ കൈവക്കിയത്. ഞാൻ എത്ര ഭാഗ്യവാനാണ്, നീ എത്ര ഭാഗ്യവൻ എന്ന് പറഞ്ഞപ്പോഴല്ലേ കൈവക്കിയത്. അപ്പൊ അത് പറയുമ്പോഴല്ലേ കൈവക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ? അതുകൊണ്ട് സംഭവിച്ചു. കൈവക്കൂ പ്ലീസ്.